വേഗം ഭാര്യയെടുക്കടാ. തീയും പുകയും പറപ്പിച്ചോണ്ടൊരു കൂട്ടം വരണേ. എന്റെ അല്ലോ, നമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ഹാജാരി പറഞ്ഞേക്കണത്. അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? അല്ലോ പോയി. എന്തോ നോക്കിക്കണേ. എന്റെ സൗണ്ട് തെറ്റിയണ്ട. പണ്ട് തെറ്റിയൊരു പട്ടി എടുത്തോണ്ട് വേണാണ്ട് വായി നോക്കിയിരിക്കാതെ കടിക്കാനും പിടിക്കാനും കിട്ടാൻ ഓടിക്കാം. തല തിരിഞ്ഞു പോയാ തലയല്ല തിരിഞ്ഞത്, കുപ്പായോ. എന്റെ തല പറ്റ തിരിഞ്ഞല്ലേ കിട്ടിപ്പറക്കടാ. അതോ എന്റെ തുണി. വേഗം പാടാ, പടയിങ്ങെത്തി. എന്താണ്ടാ ഇത് വീട് കളിക്കണ? എന്താണ് ഇത്? വന്ന് കയറ്. കയറ് കയറ്. ഞാൻ കയറിയിരിക്കില്ല, നീ വന്ന് കയറ്. കത്തിക്ക് ആള് പറഞ്ഞടാ കയറണ. അതല്ല, കയറ് കയറ്. കാലിക്കെട്ട് കാലിക്കട്ട കണ്ണൂര് എവിടെ വേണേലും ഈ സൈക്കിളിൽ വന്ന് കയറ്. ഒരു പണ്ടാല കയറിന്റെ കാല് കുരുങ്ങി ഒരുങ്ങെത്തി. ആരാണ് ഇങ്ങനെ തല്ലിയത്? ആരുടെ? ഇങ്ങനെ തല്ലിയത് ആരായാലും നമ്മൾ വെറുതെ വിടൂല. അത് ശരി. ഉസ്മാനെ കേറി പാടാ. ഉസ്മാനെ നമ്മളിവിടെ ചത്തോളാ. ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ചാവാല. ഇവര് നമ്മളെ കൊല്ലാൻ വന്നല്ല, ലക്ഷിക്കാൻ വന്ന. കേറി പാ. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന വചനം മുൻനിർത്തി ഇന്നാട്ടിലെ 100 കൊല്ലം മുമ്പ് ജാതിയും മതമൊന്നും നോക്കാതെ എല്ലാവർക്കും ന്യായം നടത്തിക്കൊടുത്ത ഖാൻ ബഹദൂർ ഇമ്പിച്ചിക്കോയ തങ്ങളെന്ന ആ വലിയ മനുഷ്യന്റെ ഖബറാണിത്. ഇവിടുന്ന് എടുക്കുന്ന തീരുമാനം അത് എന്തായാലും എതിർപ്പില്ലാണ്ട് ഈ ദേശക്കാർ അനുസരിക്കും. തിരിയുണ്ടാ അങ്ങക്ക്? മൊയ്തുട്ടിയാജോട് നമ്മളൊന്നും പറയണില്ല, നിങ്ങൾക്കെല്ലാം അറിയാലോ. നീ പറയ്, നിങ്ങൾ എന്തിനാണ് ഈ ചെക്കനെ തല്ലിയത്? രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. നിങ്ങളെ വല്ലതും കട്ടോ? കക്കാൻ വന്ന് കച്ചവടം എന്ന് പറഞ്ഞ നമ്മളെ പൊരേ കയറി ഇറങ്ങി നമ്മളെ വീടരെ കൈ കയറി പിടിച്ച്. നേരാണോ അബ്ദു ഈ പറയണ? അത് വളപിക്കാൻ വളക്കാരൻ പിന്നെ കയ്യെ പിടിക്കാൻ പിന്നെ എവിടെ പിടിക്കാൻ? ഓന്റെ നാക്ക് അന്റെ തൊള്ളയിലാണോടോ? നമ്മക്കറിയാവുന്ന നമ്മൾ പറയും. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, നമ്മള് ചോദിക്കാം. ഓൻ പറയട്ടെ. ചോദിക്കേ. ഈ നമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാന്. ഈ ആര് പാമ്പ് പിടുത്തക്കാരനാ? വെറുതെ പറയാണെന്ന്. അവിടെ ഒരു പാമ്പ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലുള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏടതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ. നെറ്റിമ ഒരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യങ്കാരാവും. എന്തേ പാമ്പ് അയ്യങ്കാരാ? തർക്കം വെക്കാണ്ട കാര്യം പറയുങ്ങള്. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ബെസയുള്ള പാമ്പായിരുന്ന ബെസ ഇല്ലാത്ത പാമ്പായിരുന്ന? കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ്, ഇത്ര നീളമുണ്ട് ഇത്ര വണ്ണുണ്ട്. നീളത്തിലും വണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ? കൊത്തിയ മയ്യത്താവൂലേ. പക്കെങ്കിലും നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കാഴ്ചകളായി പോയി നോക്കി. നമ്മളെ പൊരയില് നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. പോയി കാണും. അങ്ങനെ തോന്നുമ്പോ വരാനും പോവാനും നമ്മളെ പൊരയും പറമ്പും പാമ്പിന് പറിച്ചു കൊടുത്തിട്ടാ. പാമ്പിന്റെ ഇഷ്ടല്ലേ? നമ്മളെ പൊരയില് പാമ്പ് കേറിയിട്ടില്ല. അറിയാം. നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്താടാ വിളിക്കണ്? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ. അയ്യരെ, ഇത് പള്ളിപ്പറമ്പ. സൂക്ഷിച്ച് വർത്താനം പറയണം. ഈ നാട്ടിലൊരാളെ കച്ചവടത്തിന് വന്നു. ആ കച്ചവടങ്ങൾ ഇല്ലാണ്ടാക്കി ഓന്റെ പണിക്കാരനെ തല്ലി. ഓന് പാർക്കാൻ പെര കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും ആരെയും തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല. മൊയ്തൂട്ടിയാജിക്ക് മാത്രമല്ല ഈ നാട്ടിൽ പൊരയും പറമ്പോളത്. അബ്ദുൽ ഉസ്മാനും തങ്ങാനുള്ള പൊര നമ്മൾ കൊടുക്കും. അയ്യരെ, എല്ലാം കേട്ടിട്ടൊരു തീരുമാനം നമ്മൾ പറയാം. അബ്ദുനും ഉസ്മാനും ഇന്നാട്ടിലെ നിയമം തെറ്റാണ്ട് നടക്കുന്നിടത്തോളം കാലം ഇവിടെ എന്ത് കച്ചവടം ചെയ്യാം. കാരണവന്മാരെന്ത് പറയണേ? മുസ്ലിയാര് പറയണതാ അതിന്റെ ശരി. ഇതാണോ നിങ്ങളെ ന്യായം? അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഇപ്പൊ നിങ്ങളോട് ഒന്നും പറയാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞമ്മക്കറിയാം. വരീടാ. ഈ നാട്ടിൽ നിക്കണതൊക്കെ കൊള്ളാം. പക്ഷെങ്കിലേ മൊയ്തൂട്ടി ആജിന്റെ പൊരയിലോ പറമ്പിലോ നിങ്ങൾ രണ്ടാളിനി കേറിയെന്നോ മറ്റോ നമ്മൾ അറിഞ്ഞാലേ ഓൻ പറയണതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും.
പിന്നെ ഈ നാട്ടിൽ നിർത്തൂല.